Hi viewers, welcome to Bosco Campus Vision. Today we are discussing a new subject, that is Fundamentals of Management, and it is for S1 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. So this session we can continue in the portion of MBO. So first session we discuss the definition and concept of MBO, and now we can discuss the features of MBO. So it is a technique and philosophy of management. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ആ ഡെഫിനിഷൻ തന്നെയാണ് ഫീച്ചേഴ്സായിട്ട് നമ്മളിനി ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് എ ടെക്നിക്ക് ആൻഡ് ഫിലോസഫി ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് അപ്പോൾ ആ ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ഫീച്ചേഴ്സായിട്ട് എഴുതാം. അപ്പോൾ ആദ്യം പറഞ്ഞാൽ എന്താണ്, ഇതൊരു ടെക്നിക്കാണല്ലേ മാനേജ്മെൻറ്റിന്. കാരണം എന്താണ്, പണ്ടത്തൊക്കെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ബോസ് ഓർഡർ ചെയ്യും, സബോർഡിനേറ്റ്സ് അനുസരിക്കും. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അതിൻ്റെ വിചാരിച്ച എക്സ്പെക്റ്റേഷൻസിലേക്ക് എത്തിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു MBO എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരുമിച്ചിരുന്നാണ് നമ്മൾ ആ ഗോൾ ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് തന്നെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞ് നിങ്ങളിൽ നിന്ന് ഞങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഇത്ര സമയത്തിനുള്ളിൽ നമുക്കത് ചെയ്ത് തീർക്കണം, ഇതാണ് നമ്മുടെ ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞത് ഫുൾഫില്ല് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊരു നല്ലൊരു ടെക്നിക്ക്, കാരണം റിസൾട്ട് ഓറിയൻറ്റഡ് ടെക്നിക്കായിട്ട് ഓരോ കമ്പനി യൂസ് ചെയ്യുന്നതാണ് ശരിക്കും MBO എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇറ്റ് ഇസ് എ ടെക്നിക്ക് ആൻഡ് ഫിലോസഫി ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Second one, objective setting and performance review are made by the participation of concerned managers. ഇനി രണ്ടാമത് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസിൻ്റെ റിവ്യൂ, ഇതാര് ചെയ്യണം, കൺസേൺ മാനേജേഴ്സ്. നമ്മൾ ഒത്തിരുന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഗ്രൂപ്പിന് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തങ്ങ് പോകും. അപ്പോൾ കൺസേൺ മാനേജേഴ്സ് എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തത് അവരുടെ പെർഫോമൻസിൻ്റെ ഒരു റിവ്യൂ നമ്മൾ നടത്തിയിരിക്കണം. ഓരോരുത്തരും ഏൽപ്പിച്ചതാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പകുതിയെങ്കിലും അവർ ലക്ഷ്യത്തിലേക്ക് എത്തിയോ. അപ്പം ഓരോ പാർട്ടിസിപ്പൻറ്റിനെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനെയും സബോർഡിനേറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം, പെർഫോമൻസ് റിവ്യൂ ചെയ്തെന്ന് ആരാണ്, ആ കൺസേൺ മാനേജേഴ്സ് തന്നെ റിവ്യൂ ചെയ്തിരിക്കണം. ഈ ഒബ്ജക്റ്റീവ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഓൾ ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഹെറാർക്കി അല്ലെങ്കിൽ ലെവൽ അനുസരിച്ച് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോ ലെവൽ എന്ന് പറഞ്ഞ് എല്ലാവർക്കും നമ്മൾ സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ കോമൺ ഗോൾ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റൂ. So it is directed for the efficient and effective accomplishment of organizational objective. അപ്പം ഇങ്ങനൊരു ഡയറക്ഷൻ ടോപ്പ് ടു മിഡിൽ ലോ വേണമെന്ന് പറയുന്നതിന് കാരണം എന്താണ്, അത് ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അത്ര പെർഫെക്റ്റായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് എന്നാൽ അച്ചീവ് ചെയ്യുമ്പം ഈസി ആയിട്ട് നമുക്ക് ആർക്കും തന്നെ അതൊരു ബാധ്യതയായിട്ട് തോന്നത്തില്ല. കാരണം എന്താണ്, ഓരോരുത്തർക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അത് അച്ചീവ് ചെയ്യുമ്പം കമ്പനിയുടെ മൊത്തത്തിലുള്ളൊരു അച്ചീവ്മെൻറ്റായിട്ട് അത് മാറും. അതുകൊണ്ട് അത് എഫിഷ്യൻ്റ് ആയിരിക്കണം, ഇഫക്റ്റീവ് ആയിരിക്കണം. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ കൺവേർട്ടിങ് ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഇൻ ടു പേഴ്സണൽ ഒബ്ജക്റ്റീവ്. അപ്പം നമ്മൾ ആ ഡെഫിനിഷൻ പറഞ്ഞത് എന്താണ്, ശരിക്കും ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, നമ്മുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു അസംഷൻ, ഒരു പ്രീ അസംഷൻ എന്താണ് അതിനകത്ത്, ഒരു പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആവുന്നത് എന്തുകൊണ്ടാണ്, എംപ്ലോയി കമ്മിറ്റഡാണ്. കാരണം എനിക്ക് തന്ന ഉത്തരവാദിത്തം, ഞാനിത് ചെയ്താൽ എൻ്റെ ഒരു നേട്ടമായിട്ട് എനിക്ക് കാണാം, എൻ്റെ കമ്പനിയുടെ നേട്ടമാണ്, കമ്പനിക്ക് ലാഭം പ്രോഫിറ്റ് കിട്ടിയാൽ അതിൻ്റെ ഒരു ഭാഗം എനിക്ക് ശമ്പളമായിട്ട് കിട്ടും. അപ്പോൾ സെൽഫ് കമ്മിറ്റ്മെൻറ്റ് കൂടുതലും ഉണ്ടാവാനാണ് ഓരോരുത്തരെയും നമ്മളിത് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ വൈസ് നോക്കുമ്പോഴും നമ്മുടെ പെർഫോമൻസ് കൂടും. It emphasis on MBO is on objective. അതുകൊണ്ട് ബേസിക് ഒബ്ജക്റ്റീവ് എംഫസിസ് ആയിട്ട് അല്ലേ, അല്ലെങ്കിൽ ബേസിക് എംഫസിസ് ഓഫ് MBO എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഓൺ ഒബ്ജക്റ്റീവ്സ്. അതായത് MBO എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അവർക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഒബ്ജക്റ്റീവ് അതിനകത്ത് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ടോപ്പ് ടു ബോട്ടം എല്ലാവരും വർക്ക് ചെയ്യുന്നത്. സോ ഇൻ MBO പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഓഫ് അപ്രോപ്രിയേറ്റ് സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇല്ലേ, ഒരു MBO എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, ഒരു അപ്രോപ്രിയേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ ശരിക്കും നല്ലൊരു ഗൈഡ് ലൈൻസിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം ഒരു അപ്രോപ്രിയേറ്റ് സിസ്റ്റം അതിനകത്തുണ്ട്, നല്ലൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമാറ്റിക്കൽ ഓർഡർ അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഓർഡറുണ്ട്, മാനേജ്മെൻറ്റ് സബോർഡിനേറ്റ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഗൈഡ് ലൈൻസോട് കൂടി നമുക്കതിനെ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാം.
സോ പീരിയോഡിക്കൽ റിവ്യൂ ഓഫ് പെർഫോമൻസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് MBO. ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്താണ്, ഒരു പീരിയോഡിക് റിവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം കൺസേൺ മാനേജേഴ്സ് കൂടെ ഉണ്ട്, അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഗോൾ അച്ചീവ് ചെയ്യുക. അപ്പം ഒരു റിവ്യൂ, ഒരു മിസ്റ്റേക്ക് പറ്റിയ അപ്പം തന്നെ നീ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പീരിയോഡിക് റിവ്യൂ നടത്തിയാണ് പെർഫോമൻസിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. Then employees are provided with feedback on actual performance as compared to the പ്ലാൻഡ് പെർഫോമൻസ്. എന്നിട്ട് എംപ്ലോയീസിനോട് തന്നെ ഈ ഫീഡ്ബാക്ക് പറയും. എന്താണ്, നിങ്ങളുടെ ആക്ച്വൽ പെർഫോമൻസ് ഇപ്പോൾ ഇങ്ങനെയാണ്, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇതല്ല, നമ്മൾ പ്ലാൻ ചെയ്തതിൻ്റെ പെർഫോമൻസ് ഇങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നു, നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. അങ്ങനെ ഫുൾ ടൈം അവരുടെ കൂടെ കൺസേൺ മാനേജേഴ്സ് നിന്ന് ആ ഗോൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ MBO എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ ഡെഫിനേഷനിൽ പറയുന്നത് തന്നെയാണ് നമ്മൾ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു MBO എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഡെഫിനേഷൻ ആദ്യം ഒന്ന് നോക്കാം. എന്താണ് MBO എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് മാനേജറിയൽ സിസ്റ്റം ദാറ്റ് ഇൻ്റഗ്രേറ്റ്സ് മെനി കീ മാനേജറിയൽ ആക്ടിവിറ്റി ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ കോൺഷ്യസ്ലി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് ഫീച്ചേഴ്സ്? ഇറ്റ് ഈസ് എ ടെക്നിക്ക് ആൻഡ് ഫിലോസഫി ഓഫ് മാനേജ്മെൻറ്റ്. രണ്ടാമത്, ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ആൻഡ് പെർഫോമൻസ് റിവ്യൂ ആർ മെയ്ഡ് ബൈ ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ആരാണ്? കൺസേൺഡ് മാനേജേഴ്സ്. കൺസേൺഡ് മാനേജേഴ്സ് വിചാരിച്ചാൽ മാത്രമേ ഓർഗനൈസേഷനിൽ ആ ഓരോ സബോർഡിനേറ്റ്, ഓരോ എംപ്ലോയിയുടെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാനും അതുപോലെ അവരുടെ പെർഫോമൻസിനെ നമ്മൾ റിവ്യൂ ചെയ്യാനും. ഇനി ഒബ്ജക്റ്റീവ്സ് ആർ എസ്റ്റാബ്ലിഷ് ഫോർ ഓൾ ലെവൽസ്. ഇനി മുകളിലിരിക്കുന്ന ആൾ ഓർഡർ ഇട്ടിട്ട് ചുമ്മാ ഇരിക്കുകയല്ല, ടോപ്പ് ടു ബോട്ടം എന്താണ് ഓരോരുത്തരുടെ ആക്ടിവിറ്റി നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ ലെവൽസും എന്ത് ചെയ്യണം, അതുപോലെ നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഫോർ ദി എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് അക്കോംപ്ലിഷ്മെൻറ്റ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡയറക്ഷൻ നമുക്ക് തരുന്നത്? ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യും, ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് പോയി, ഇത്രയും നാൾ നമ്മൾ ജോലി ചെയ്തത് വെറുതെ. അപ്പോൾ നല്ല ക്വാളിറ്റിയോടെ നല്ല ഇഫക്റ്റീവായിട്ട് നമുക്കത് വർക്ക് ചെയ്യണം. അതിനാണൊരു നല്ലൊരു ഒബ്ജക്റ്റീവോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്തിരിക്കണം. പിന്നെ എന്താണ് ഇത്? കൺവേർട്ടിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഇൻറ്റു പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഇല്ല, ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവാണ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരുടെ ഒബ്ജക്റ്റീവായിട്ട് തരുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കുറേ കൂടെ കമ്മിറ്റഡ് ആകാനും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗമായി എന്നെ എൻ്റെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചല്ലോ എന്ന് ചിന്തിച്ച് എൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ട് എനിക്ക് സഹായിക്കും. പിന്നെ എന്താണ് കൂടുതൽ MBO എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു MBO എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാണ് MBO. നമ്മൾ എപ്പോഴും നമ്മൾ MBO ചിലപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യത്തില്ല, പക്ഷേ ഒബ്ജക്റ്റീവ്സ്, നല്ല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ MBO ഇംപ്ലിമെൻറ്റ് ചെയ്യും. പിന്നെ എന്താണ്? ഗൈഡ് ലൈൻസ് ഫോർ അപ്രോപ്രിയേറ്റ് സിസ്റ്റം ആൻഡ് പ്രൊസീജിയർ. പിന്നെ ഈ MBOയുടെ ഈ പ്രൊസീജിയർ ഒരു ഗൈഡ് ലൈൻസ് ആണ്. ശരിക്കും ടോപ്പ് ടു ബോട്ടം നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അതൊരു ഗൈഡ് ലൈൻസിലൂടെ അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആൻഡ് പ്രൊസീജിയർ ഉണ്ട്. അതനുസരിച്ചാണ് ശരിക്കും നമ്മളത് കാര്യങ്ങൾ നീങ്ങി പോകുന്നത്. പിന്നെ പീരിയോഡിക്കലായിട്ടുള്ള പെർഫോമൻസ് റിവ്യൂ, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. MBOയിൽ മാത്രമാണ്. ഈ MBO വഴി കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മുടെ പെർഫോമൻസിനെ എന്താണ് പീരിയോഡിക്കലായിട്ട് റിവ്യൂ ചെയ്ത് അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. പിന്നെ എംപ്ലോയീസ് ആർ പ്രൊവൈഡഡ് വിത്ത് ഫീഡ്ബാക്ക്. എന്നിട്ട് ഈ റിവ്യൂ എന്ത് ചെയ്യണം, ആരെ അറിയിക്കും? നമ്മളെ എംപ്ലോയീസിനെ അറിയിക്കും. നിങ്ങളുടെ പെർഫോമൻസ് ഇങ്ങനെയാണ്, ആക്ച്വൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് ഇങ്ങനെയാണ്, നമ്മൾ പ്ലാൻ ചെയ്ത പെർഫോമൻസ് ഇങ്ങനെയല്ല. അപ്പോൾ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് അന്നേരം ആരെ അറിയിക്കും? എംപ്ലോയീസിനെ അറിയിച്ചിരിക്കും. കാരണം അങ്ങനെ അറിയിച്ചാൽ മാത്രമേ അവരെത്രത്തോളം ഉണ്ട്, എന്തെല്ലാം ചേഞ്ചസ് വരുത്തണമെന്ന് അവർക്ക് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ ഇതിനെയാണ് നമ്മൾ ശരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു MBO അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇനി അത് കൂടാതെ മിസ് പറഞ്ഞ പേരെന്തൊക്കെയാണ്? മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട്സ് അല്ലെങ്കിൽ MBR എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞു. These are the main features of MBO. I hope you are clear with the portion MBO and the features of MBO. So prepare well, study well. This is an important question for the university exam. So this is the end of today's session. Thank you.